വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒരു പുരുഷനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും സൗന്ദര്യത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെയോ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്? കേട്ടോളിൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ ഒരു ആണിനെ ഒരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെ നോക്കേണ്ടത് എന്താണെന്നറിയുമോ? ആഡംബരമായ വസ്തുക്കളുണ്ടോ എന്നല്ല നോക്കേണ്ടത്, സമ്പത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത്, സാമ്പത്തികമായ വിഷയത്തിലല്ല നാം പ്രാധാന്യം നൽകേണ്ടത്. പിന്നെ എന്തിനാണെന്നറിയുമോ? അവരിൽ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഒരാണ് നോക്കേണ്ടത് അവളിലെ ദീനുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒരു ആണിനെ നീ വിവാഹം കഴിക്കാൻ പോകുമ്പോഴും അവിടെയും നീ നോക്കേണ്ടത് അവരിൽ ദീനിലുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെയുണ്ടല്ലോ ഒരുപാട് സമ്പത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, സൗന്ദര്യത്തിന്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാലും ജീവിതത്തിൽ സന്തോഷം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് അവരിൽ ദീനുണ്ടോ, ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ദീനുണ്ടെങ്കിൽ സൗന്ദര്യത്തിനും പരിഹാരമാണ്, എല്ലാത്തിനും പരിഹാരമാകും. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ നീണ്ടു നിൽക്കേണ്ടതല്ല, അങ്ങ് നീണ്ടു നിൽക്കേണ്ടതാണ്. ജീവിതം മരണം വരെയും നമുക്ക് നീണ്ടു നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള കുടുംബത്തിൽ നിന്ന്, നല്ല ദീനുള്ള ദീനി ചിട്ടയോടെ വളർന്നു വന്നവരെ വേണം നാം വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.